നമസ്കാരം. ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം ട്വന്റിയിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. ഇംഗ്ലണ്ട് ഉയർത്തിയ 133 റൺസ് വിജയലക്ഷ്യം വെറും 12.5 ഓവറിൽ ഇന്ത്യ മറികടന്നു. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ മികച്ച പ്രകടനമാണ് ഇന്ത്യൻ ടീം കാഴ്ചവെച്ചത്. വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് വരുന്നത്. ടോസ് നേടി ആദ്യം ബോളിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ അക്ഷരാർത്ഥത്തിൽ തന്നെ ഇംഗ്ലണ്ടിനെ പ്രതിസന്ധിയിലാക്കി എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. ഈഡൻ ഗാർഡൻസിലെ ആദ്യ ട്വന്റിയിൽ ഇംഗ്ലണ്ടിനെ തകർത്ത് ഇന്ത്യ മുന്നേറുന്നു. വരുൺ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ബോളിംഗ് ആഞ്ഞടിച്ചു. തുടക്കത്തിൽ ആഘാതത്തിൽ നിന്ന് തിരിച്ചു കയറാൻ ഇംഗ്ലണ്ട് ബാറ്റർമാർക്ക് കഴിഞ്ഞതുമില്ല. 68 റൺസ് നേടിയ ജോസ് ബട്ട്ലർ മാത്രമാണ് ഇന്ത്യൻ ബോളിങ്ങിന് എതിരെ പിടിച്ചു നിന്നത്. പിന്നെ ബ്രൂക്സും ജോഫ്രെ ആർച്ചറും മാത്രമാണ് ഇരട്ട അക്കം കണ്ടത്. വരുൺ ചക്രവർത്തി 23 റൺസ് നൽകി 3 വിക്കറ്റും വീഴ്ത്തി. ഇന്ത്യൻ ബൗളർമാരായ അർഷദീപ് സിംഗ്, ഹാർദിക് പാണ്ഡ്യ, ഹർഷിൽ പട്ടേൽ എന്നിവർ 2 വിക്കറ്റ് വീതവും വീഴ്ത്തി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യ തകർപ്പൻ തുടക്കമാണ് കാഴ്ചവെച്ചത്. അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും വെടിക്കെട്ട് തുടക്കം നൽകിയെങ്കിലും വൻ പ്രതീക്ഷ വരുത്തിയ സഞ്ജു സാംസൺ 20 പന്തിൽ 26 റൺസ് നേടി മടങ്ങി. പക്ഷെ പിന്നാലെ വന്ന ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് നിരാശപ്പെടുത്തുകയായിരുന്നു. ക്യാപ്റ്റൻ വെറും 3 പന്തിൽ 0 റൺസുമായിട്ടാണ് മടങ്ങിയത്. അഭിഷേക് ശർമ്മയും തിലക് വർമ്മയും ചേർന്ന് ഇന്ത്യയുടെ ബാറ്റിങ്ങിനെ മുന്നോട്ട് നയിച്ചു. 112.5 ഓവറിൽ 43 പന്ത് ബാക്കി നിൽക്കുകയാണ് ഇന്ത്യ ഇംഗ്ലണ്ടിന്റെ സ്കോർ മറികടന്ന് 5 മത്സര പരമ്പരയിൽ ഇപ്പോൾ ലീഡ് ഇന്ത്യ നേടിയിരിക്കുന്നത്. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.